നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, ദ വൺ ആൻഡ് ഓൺലി ദിൽഷ പ്രസന്നൻ ആദ്യത്തെ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ മത്സരാർത്ഥി മറ്റാരുമല്ല, ദിൽഷ പ്രസന്നൻ. നിങ്ങൾ പലവരും പറയും ഡോക്ടർ റോബിന്റെ ഷാഡോ ആയിരുന്നു എന്നും, ഡോക്ടർ റോബിനും ഈ പറഞ്ഞതുപോലെ ബ്ലസ്സിയും തമ്മിലുള്ള വലിയ രണ്ട് മുതലകളുടെ ഇടയിലാണ്, മുതലകളുടെ തണലിലാണ് ദിൽഷ പ്രസന്നൻ വളർന്നതെന്നും, അല്ലാതെ അവൾക്കൊരു കഴിവുമില്ലെന്നും അവൾക്കൊരു യോഗ്യതയുമില്ലെന്നും അവൾ എന്താണ് മറ്റവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെന്നും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമോ സ്വന്തമായിട്ടുള്ള നിലപാടോ ഇല്ലെന്നും മറ്റുള്ളവരുടെ തണലിലാണ് അവൾ ഇതുവരെ ജയിച്ചതെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കപ്പടിക്കാൻ ഒരു യോഗ്യത അവൾക്ക് ഒട്ടുമില്ലെന്നും പലരും എൻ്റെ കമന്റ് ബോക്സിൽ അടക്കം വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് മെസ്സേജ് ഇടുന്നതെന്നും അത് എന്തുകൊണ്ടാണ് നിങ്ങളത് പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്നും അരിയാഹാരം കഴിച്ചു കിടക്കുന്ന എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന സീസൺ 4 വിന്നറെ നമ്മൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച സീസൺ 4 വിന്നറായ ഡോക്ടർ റോബിന്റെ വോട്ടുകളൊന്നും ദിൽഷ പ്രസന്നനിലേക്ക് പോകരുത്, ദിൽഷ എന്ന് പറയുന്ന മത്സരാർത്ഥിയിലേക്ക് പോകരുത് എന്നുള്ള ഒറ്റ കാരണത്തിലാണ് നിങ്ങൾ ഈ രീതിയിലുള്ള കമന്റുകൾ ഇടുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചെറിയ സാധാരണക്കാരന്റെ ബുദ്ധി മാത്രം മതി. ഇന്ന് നടന്നതിൽ നിങ്ങൾ പറയുന്നതൊന്നുമല്ല കാര്യമെന്നും ഇപ്പോൾ അവിടെ ഉള്ള 8 പേരിലേക്കാളും എന്തുകൊണ്ടും മികച്ചവളാണ് ഞാനെന്നും എന്തുകൊണ്ടും കപ്പടിക്കാൻ യോഗ്യത എനിക്ക് തന്നെയാണെന്നും തെളിയിച്ചിരിക്കുകയാണ് ദിൽഷ എന്ന് പറയുന്ന മത്സരാർത്ഥി. മനസ്സിലായോ? അതായത് അവിടെ ഉണ്ടായിരുന്ന തടിമാടന്മാരും അല്ലെങ്കിൽ ടാസ്കുകളിൽ ഏറ്റവും നന്നായി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ബ്ലെസ്ലിയെയും റോൺസനെയും ബാക്കിയുള്ളവരൊക്കെ കളയാം, ബ്ലെസ്ലിയെയും റോൺസനെയും പോലുള്ള ടാസ്കുകളിൽ വളരെ അത്യുഗ്ര പെർഫോമൻസ് കാണിച്ചിരുന്നവരെ പോലും മലർത്തിയടിച്ചുകൊണ്ട് ഒരു പെൺപുലി അങ്ങനെ എവിടെ വന്നിരിക്കുന്നു? ടിക്കറ്റ് ഫിനാലയിൽ വിൻ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഫിനാലെ കണ്ടസ്റ്റന്റ് ആയിരിക്കുകയാണ് ദിൽഷ പ്രസന്നൻ. ഇനി ഒരൊറ്റ മനുഷ്യര് വീഡിയോയിൽ വന്നിരുന്ന അവൾക്ക് അതിന് യോഗ്യതയില്ല, അവൾ അവന്റെ ഷാഡോയിലായിരുന്നു, അവൾക്ക് ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാ, മറ്റുള്ളവരുടെ വോട്ട് കൊണ്ടാണ് അവൾ നിൽക്കുന്നത് എന്ന് ഇനി ആരും പറയരുത്. കാരണം ഇനി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഇനി നമുക്ക് അങ്ങനെ പറയാൻ കാരണം അവൾ തെളിയിച്ചു കഴിഞ്ഞു, അവൾ കേപ്പബിൾ ആണെന്നും അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നും. മറ്റൊന്നുമില്ല, 5-6 വോട്ടിൻ്റെയൊക്കെ ഡിഫറൻസിലാണ്, ബ്ലസ്സിയേക്കാളും 6 വോട്ട് 6-5 വോട്ടിന് പോയിന്റിന്റെ ഡിഫറൻസിലാണ് ആര് ജയിച്ചു കയറിയത്? ദിൽഷ പ്രസന്നൻ ജയിച്ചു കയറിയത്. ഇനി ഒറ്റയെണ്ണം പറയരുത് അവൾക്ക് ടാസ്ക് കളിക്കാൻ അറിഞ്ഞൂടാ, അവളുടെ വോട്ട് കൊണ്ടാണ് വന്നത്, അങ്ങനെ ഒരിക്കലും ഇനി പറയാൻ പാടില്ല. ഇപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ ആ വീട്ടിൽ കപ്പടിക്കാൻ യോഗ്യതയുണ്ട് എങ്കിൽ അത് ദിൽഷയ്ക്ക് തന്നെയാണ്, അത് കഴിഞ്ഞ് മറ്റാർക്കും ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവൾക്ക് വോട്ടുള്ളൂ, അവൾ തന്നെ ജയിക്കുമെന്ന് ഞാൻ എഴുതി തരാം. ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നവും നടന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ദിൽഷ തന്നെയായിരിക്കും ഈ സീസണിലെ വിന്നർ, ഒഫീഷ്യൽ വിന്നർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരാളുണ്ട്, അത് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അവർ തന്നെയാണ് നമ്മുടെ ഹൃദയം കീഴടക്കിയ വിന്നർ. പക്ഷെ ഒഫീഷ്യലി അവർക്കൊരു വിന്നറെ വേണമല്ലോ, പുറത്ത് കാണിക്കുക ഒരു ഫ്ലാറ്റ് ആർക്കെങ്കിലും കൊടുത്തല്ലേ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ദിൽഷ പ്രസന്നനാണ് എന്ന് ഉറപ്പിച്ച് പറയാം. താനൊരു പെൺപുലിയാണെന്നും താനൊരു സിംഹക്കുട്ടിയാണെന്നും താരമെന്നിലും ആരെ മുന്നിലും അടിയറവ് പറയാൻ താൻ തയ്യാറല്ലെന്നും ലാസ്റ്റ് ടാസ്കിനെ നോക്കുക. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണല്ലേ, എല്ലാവരും അരമണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തിടത്ത് നിന്നുകൊണ്ട് ഇത്രയും സമയം, അതായത് 3 പേര് സൂരജും ബസ്ലിയും ദിൽഷയും വന്നപ്പോൾ തന്നെ ദിൽഷയുടെ ഫൈനൽ 5 അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ഉറപ്പിച്ചായിരുന്നു ദിൽഷ. എന്താ ദിൽഷ 3-ാം സ്ഥാനം വന്നാൽ കൂടി ദിൽഷയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുമായിരുന്നു. എന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, ഗീവപ്പ് ചെയ്യാതെ അല്ലേ, എന്നിട്ട് പോലും വിട്ടുകളയാതെ ആ ടാസ്കിൽ ഉടനീളം നിന്ന് ആ ടാസ്ക് ജയിച്ചു. മനസ്സിലായി? അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് അവൾക്കുണ്ട്, അത്രയും നല്ലൊരു വിൽ പവർ ദിൽഷയ്ക്കുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കപ്പടിക്കാൻ ദിൽഷയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരാളെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനിച്ച് ഡോക്ടർ റോബിന്റെ ഫാൻസിന്റെ വോട്ടെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആണ്. അവർ തന്നെ ഒന്ന് ആലോചിച്ച്, ഇനി ഞാൻ ഒരിക്കലും ഡോക്ടർ റോബിനെ ദിൽഷയെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ റോബിൻ ദിൽഷയെ പിന്നെ വിന്നറാവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ വരുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ഇനി ആലോചിക്കുക, അവിടെ ആരാണ് ക്യാപ്പബിൾ, ആർക്ക് കഴിവുണ്ടോ, ദിൽഷയ്ക്ക് കഴിവുണ്ടെങ്കിൽ വോട്ട് കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ട, വോട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം പറഞ്ഞൊക്കെ തുടങ്ങും. എങ്കിലും ഇപ്പോഴത്തെ വോട്ടിൻ നിലവാരം വെച്ച് നോക്കിയാൽ ദിൽഷയ്ക്ക് തന്നെയാണ് നല്ലൊരു മേൽക്കൈ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു 10-14 ദിവസം കൂടി കൊണ്ട് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗെയിമാണ്. ഏത് സമയവും ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മതി ഒരാളെ ഹൈപ്പിലോട്ട് കൊണ്ടുപോകാനും ഒരാളെ നിലത്തിട്ട് അടിക്കാനും ഒരു ഡയലോഗ് മതിയാവും. അങ്ങനെയുള്ള ഒരു ഷോയാണ് ഈ ബിഗ് ബോസ്. കുറേ എണ്ണം പെട്ടെന്ന് അങ്ങ് ഫാനായി മാറും. മനസ്സിലായോ? കഴിഞ്ഞ വർഷം സായി പെട്ടെന്ന് അങ്ങനെ വളർന്നത് അങ്ങനെയാണ്. ചെറിയൊരു ഡയലോഗിലാണ്, ചെറിയൊരു സിറ്റുവേഷനിലാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അതിലോട്ടൊന്നും പോകണില്ല. അപ്പൊ അങ്ങനെ ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഗ്രാൻഡ് ഫിനാലിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ആഴ്ച ഒന്നുകൂടെ പറയാം, ക്യാപ്റ്റൻസിയിൽ 3 വരെ തെരഞ്ഞെടുത്ത് ക്യാപ്റ്റൻസി മത്സരിക്കാൻ വേണ്ടിയിട്ട് ധന്യ, ദിൽഷ, റോൺസൺ. സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് ഇത്രയും ലാഘവത്തോടെ ഇത്രയും ഒരു സീരിയസ്നെസ് ഇല്ലാതെ കളിച്ച ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഇതാണെന്ന് ഞാൻ പറയും. എല്ലാവർക്കും വയ്യായോ, ക്യാപ്റ്റൻസി കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ക്യാപ്റ്റനായിട്ട് ഇരിക്കാവുന്നതേ ഉള്ളൂ. ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവരെ കാടി കൂടുന്നിടത്ത് പോയി പിടിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം വരും. വേറെ അല്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം എന്ന് വെച്ചാൽ എന്തായാലും നോമിനേഷൻ ഫ്രീ കാർഡൊന്നും അതിനകത്ത് കിട്ടത്തില്ല. കാരണം നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദിൽഷ ഇത്രയും കഷ്ടപ്പെട്ട് ഈ 10 ടിക്കറ്റ് ഫിനാലിൽ 10 ഗെയിമിലും ജയിച്ച് 10 ഗെയിമിലും മത്സരിച്ച് ടോപ്പ് വന്ന് നോമിനേഷൻ ഫ്രീ കാർഡ് കാണിച്ചതിന് ഒരു വിലയില്ലാതായി പോകും. അതുകൊണ്ട് ഈ വരുന്ന ക്യാപ്റ്റനായ ധന്യാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ധന്യക്ക് ഒരു വിലയും കാണത്തില്ല. അതായത് നോമിനേഷൻ ഫ്രീ കാർഡ് ഇല്ല. ക്യാപ്റ്റന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തോ അധികാരം കാണിക്കും. ആ കൂടി നുള്ളി പറയ്ക്ക് 4-5 പേരുണ്ട്, 7-8 പേരുണ്ട്. ഇനി ഈ പ്രാവശ്യം മിക്കവാറും 2 പേരായിരിക്കും പോകുന്നത്. അതിന്റെ അപ്ഡേഷൻ നാളെ എന്തായാലും നമുക്ക് കിട്ടുന്ന അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇടാൻ ഞാൻ ശ്രമിക്കാം. എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴേ. അപ്പോൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ 11 മണിയായപ്പോൾ തന്നെ അത് സംഭവം തീരുകയും ചെയ്തു. എന്നിട്ട് ഒന്നും കാണിക്കുക, ഭയങ്കര ബോറല്ലേ, ഭയങ്കര ബോറായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. ആ ദിൽഷയുടെ ആ പ്രകടനവും അല്ലെങ്കിൽ ആ ടാസ്കിൽ ജയിച്ചതും ഒന്നും അല്ലാതെ മറ്റൊന്നും ഇന്ന് ഇല്ല അവർക്ക് കാണിക്കുക. അത്രയ്ക്ക് തരിപ്പണം കെട്ട് TRP ഇടിഞ്ഞ് കുത്തുവാള എഴുതി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലുള്ളത്. അതായത് ഇത്രയും നല്ലൊരു കണ്ടസ്റ്റൻസിനെ ഇപ്പൊ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഈ ഡോക്ടർ റോബിനും ഈ ചുരുളി റാണി, ഈ ചുരുളിയും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ചുരുളി റാണി ഒരിക്കലും ഇങ്ങനെ ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. അവളെ അവിടെ നിർത്തി വോട്ടിട്ട് പ്രേക്ഷകരുടെ വിധി അവളെ കൊണ്ട് കേൾപ്പിച്ച് ഡോക്ടർ റോബിൻ അവിടെ നിൽക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിൽ കൂടെ പെട്ടി തൂക്കിക്കൊണ്ട് പോകുന്നത് കാണാനായിരുന്നു എനിക്കിഷ്ടം. മനസ്സിലായോ? അപ്പൊ യൗവരുടെ എന്താണ് ഈ പറഞ്ഞുള്ള ഈ ബുദ്ധിശൂന്യതയും കുറച്ച് എന്താണ് പറയണത് സ്വാർത്ഥതയും കൊണ്ട് കളിച്ച കളിയിലാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 4 ഇത്രയും അധപ്പതിച്ച് പോകാനുള്ള കാരണം. അത്രയ്ക്കൊരു ബോറായിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ ഇതിനെയും കാട്ടി നല്ല സുഖമായിരുന്നു. ഇപ്പൊ അത്രയും കൂടി ഫസ്റ്റ് എപ്പിസോഡിന്റെ അത്രയും കൂടി ഒരു രസമില്ലാത്ത ഒരു എപ്പിസോഡായി മാറി. ഇവിടെ എടുത്തു പറയാൻ എനിക്ക് എപ്പോഴും എടുത്തു പറയാനെ കുറിച്ച് പ്രത്യേക വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സമയമില്ലാതെ ഇപ്പോഴും ഒന്ന് പറഞ്ഞു വിടാം. അതായത് ഇവിടെ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് വിചാരിച്ചത് എ ന്യൂ നോർമൽ അല്ലേ എന്ന് പറയുന്ന ആപ്തവാക്യം കൊണ്ടുവന്ന ഒരു പുതിയ ഒരു സംഭവത്തെ അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയെ ആരെങ്കിലും കൊണ്ട് ജയിപ്പിച്ച് ഇവിടെ ഒരു റവല്യൂഷൻ കൊണ്ടുവരാമെന്ന് കരുതി. പക്ഷേ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തതെങ്കിലും അവരുടെ ഉദ്ദേശം അതായിരുന്നുവെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിച്ചടിയാണ് സംഭവിച്ചത്. നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ഈ ഏഷ്യാനെറ്റ് കാണിച്ച നെറുകേട് കാരണം, തന്തയില്ലായ്മ കാരണം സത്യം പറഞ്ഞാൽ LGBT കമ്മ്യൂണിറ്റിയെ കൂടുതൽ ആൾക്കാർ വെറുക്കാനുള്ള സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയും. മനസ്സിലായോ? LGBT കമ്മ്യൂണിറ്റി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന അവരുടെ
കാര്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് അവർ നമ്മളെപ്പോലെയാണ്, നമുക്കെന്താണ് അവരെ ചേർത്ത് നിർത്താനുള്ള ആൾക്കാരാണ്, തള്ളിക്കളയാനുള്ളവരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ കൊണ്ടുവന്ന് അതിലുള്ള ഒരാളെ എന്ത് ചെയ്യണം, പിന്നെ ഫൈനൽ കപ്പടിപ്പിക്കണം എന്നുള്ള അവരുടെ ചിന്ത സത്യം പറഞ്ഞാൽ നടക്കാതെ പോയി എന്ന് മാത്രമല്ല, നേരെ ഉൾട്ടയായി തീർന്നു. നേരെ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് അടിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന തെറി റാണിയെ അവളെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അവളെ ഉള്ള എല്ലാം, അവളെ ഈ കടന്ന് വിളിച്ച തെറികളും ചീത്തയും അവൾ കാണിച്ച അനാവശ്യങ്ങളും ഈ ലൈംഗിക എന്താ പ്രവൃത്തികളും, ലൈംഗിക ചേഷ്ട കൂടിയുള്ള പ്രവൃത്തികളും പിന്നീട് വീട്ടിലിരിക്കുന്നവരെ പറയുന്നതും എല്ലാം കേട്ടും മൗനം പാലിച്ച് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും അവളെടുത്ത് അവളെ തിരുത്തുവാനോ അവൾക്കൊരു ശകാരം കൊടുക്കുവാനോ ശ്രമിക്കാതെ വന്നപ്പോൾ ജാസ്മിൻ അതെന്ത് ചെയ്തു, അതൊരു പിടിവല്ലിയായിട്ട് എടുത്തു, അതൊരു പിന്നെ ഒരു ആയുധമായി എടുത്ത് അവൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. ഇവളെ എന്തുമാത്രം ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ആരെയൊക്കെ അച്ഛനെ അമ്മമാരെ വിളിക്കുന്നു, എന്തുമാത്രം കള്ളം പറയുന്നു, എന്തുമാത്രം പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നു, അതനുസരിച്ച് സത്യം പറഞ്ഞ സാധാരണക്കാരന്റെ മനസ്സിൽ ഈ LGBTQ എന്ന് പറയുന്ന സമൂഹത്തോട് വെറുപ്പാണ് ഉണ്ടായത്. അത് മനസ്സിലാക്കണം. അത് നിങ്ങളൊക്കെ അതിനുള്ള ഒരു മുഖ്യ കാരണം സത്യം പറഞ്ഞാൽ അത് ഏഷ്യാനെറ്റ് എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഈ ഷോ ഡയറക്റ്റ് ചെയ്ത ആ മണ്ടനാണെന്ന് പറയും. അവനാണ് ഇതെല്ലാത്തിനും കാരണം ഇപ്പോഴേ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. മനസ്സിലായോ? കുറച്ചു പേര് മാത്രമേ അവരെ രണ്ടും കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളൂ. അത് അവരുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ. അവരുടെ തെറ്റല്ല, ശരിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വന്ന ഷോയാണ്. എന്നിട്ട് അവിടെ എവിടെയോ കടന്ന രണ്ട് അലവലാദികളെന്ന് ഞാൻ പറയും. ഈ ജാസ്മിനെയും റിയാസിനെയും പോലുള്ള തെണ്ടികളെ കൊണ്ടുവന്ന് LGBTQ കമ്മ്യൂണിറ്റിയുടെ വക്താവാണെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ഈ ലോകത്തില്ലാത്ത വൃത്തികേടുകളും ഈ ലോകത്തില്ലാത്ത തെറികളും മനുഷ്യനെ നിങ്ങൾ കേൾപ്പിച്ചു. അപ്പം നോർമലായിട്ടുള്ള ആൾക്കാർ വരെങ്കിലും ഇവരെല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതും. മനസ്സിലായോ? അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന വെറുപ്പ് വീണ്ടും കൂടുകയാണ് മനുഷ്യന്റെ മനസ്സിൽ വീണ്ടും വെറുപ്പുകൾ കൂടി വരികയാണ്. ഇവരെല്ലാവരും ഇങ്ങനെയാണ്, LGBTQ കമ്മ്യൂണിറ്റി മൊത്തം ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കും. അതിന് കാരണം അവരെക്കാട്ടും വലിയ കുറ്റം നിങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ആദ്യമേ ആ ചുരുളി റാണി ഇങ്ങനെ കിടന്ന് അലച്ചപ്പോൾ അവളെ വിളിച്ചു നിർത്തി ആ അവതാരകനായ ലാലിനോട് പറഞ്ഞു ഒരു താക്കീത്, ഒരു ചെറിയൊരു വഴക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിൽ ഒരു സൂചനയെങ്കിലും അവൾ കിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവൾ ഇത്രയും തരംതാന്ന് പോകില്ലായിരുന്നു, ഇത്രയും അതപ്പതിച്ചു പോകില്ലായിരുന്നു, അവൾക്ക് ഈ പ്രേക്ഷകരുടെ ഇത്രയും ഒരു വെറുപ്പുണ്ടാവില്ലായിരുന്നു. അപ്പൊ അതിനെല്ലാം കാരണക്കാരൻ നീയാണ്, ഏഷ്യാനെറ്റാണ്. മനസ്സിലായോ? അവരെയൊക്കെ കൊണ്ടുവന്ന അവരുടെ കമ്മ്യൂണിറ്റി തന്നെ നിങ്ങൾ തൊലച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയെ ഏഷ്യാനെറ്റ് തൊലച്ചു കളഞ്ഞു. ഇപ്പോഴും മനുഷ്യർക്ക് അവരുടെ അടുത്ത് വെറുപ്പാണ്, അവരുടെ ദേഷ്യമാണ്. അവരെ കണ്ട ഇനി അവജ്ഞയോടെ നോക്കുള്ളൂ. അവരെ കണ്ട ദൂരെ നിൽക്കാൻ പറയും, നീയൊക്കെ ഇങ്ങനെയാണെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. എനിക്കങ്ങനെ തോന്നുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന വെറുപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതിന്റെ കാരണം മൊത്തം ഏഷ്യാനെറ്റാണ്. മനസ്സിലായോ? അവസാനം എന്ത് ചെയ്തു? അവൾ അവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഏഷ്യാനെറ്റിനെ മൊത്തം തള്ളക്കി വിളിച്ചിട്ടാണ് അവളെ ഇറങ്ങിപ്പോയത്. എന്നിട്ട് പോലും കമാന്നൊരു അക്ഷരം നിങ്ങൾ മിണ്ടിയിട്ടില്ല. മനസ്സിലായോ? ഇത്രയും വലിയൊരു മഹാനടനെ ചീത്ത വിളിച്ചു, അവിടെയുള്ള ഏഷ്യാനെറ്റിനെ പിന്നീട് ബിഗ് ബോസിനെ ചീത്ത വിളിച്ചു, അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനെ ചീത്ത വിളിച്ചു, അവിടെയുള്ള മത്സരത്തിനെ മൊത്തം നിരത്തിയിട്ട് ചീത്ത വിളിച്ചു. എന്നിട്ട് സിഗരറ്റും വലിച്ചും വലിയ ജാട ഇറങ്ങിപ്പോണവരെ നീയൊക്കെ എന്ത് ചെയ്തു? അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ ജനങ്ങൾ എന്ത് വിചാരിക്കണം? സാധാരണക്കാരനായ മനുഷ്യനെന്ത് വിചാരിക്കണം? അവരെ എതിരിക്കണം. വെളിയത് തന്നെ കണ്ടോ? അവളെ ചെന്നിട്ട് ഇപ്പോഴും അവൾ എന്ത് ചെയ്യുന്നു? അവളെ ഗേൾഫ്രണ്ടിനെ കളഞ്ഞിട്ട് വേറെ ഒരുത്തിന്റെ അടുത്ത് പോകാൻ പോകണമെന്ന് ഇവിടെ വന്നിട്ട് വേറെ ഒരുത്തിന്റെ പുറത്ത് കയറാൻ പോകുന്നു, അവളുടെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുന്നു, അവരുടെ ക്രഷ് പറയുന്നു. അപ്പൊ ഇതാണ് അവരുടെ സ്വഭാവം. ഇവർ വളരെ വൃത്തികെട്ട സ്വഭാവക്കാരാണ് എന്നല്ലേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലുമല്ല. പക്ഷെ അത് എത്ര പേര് മനസ്സിലാക്കുന്നു? ഈ ഷോ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിലുള്ള ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ഷോയാണ്. മനസ്സിലായോ? അപ്പൊ അവൾ വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ കളിച്ചില്ലെങ്കിൽ എല്ലാം പോവും. അതിപ്പം അവിടെ നിൽക്കുന്ന പിന്നീട് കണ്ടസ്റ്റന്റ് ആയാലും അതിലെ ഷോ ഡയറക്ടർ ആയാലും ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൗണ്ടർ രഘു എന്ന് പറയുന്ന പുള്ളി ആയാലും അവിടെ ഒരു വാക്ക് തെറ്റിയാൽ എല്ലാം പോയി. ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അപ്പോൾ LGBT കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ LGBT കമ്മ്യൂണിറ്റിനെ ഇടിച്ചു താക്കുകയും ഈ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവർക്ക് വിദ്വേഷം കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറയും. അതവിടെ തീർന്നു.
ഇനി അടുത്ത ബ്ലസ്ലിയുടെ ഒരു കേസ് പറയട്ടെ. ബ്ലസ്ലിയുടെയും ദിൽഷയുടെയും പിന്നീട് ലക്ഷ്മിയുടെ കേസ് പറഞ്ഞു ഇന്ന് പറഞ്ഞ ബ്ലസ്ലിയുടെ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ ഒരിക്കലും യോജിക്കും. ബ്ലസ്ലി ഒരു കാര്യം കേൾക്കുന്നെങ്കിൽ അത് വ്യക്തമായിട്ട് കേട്ടിട്ട്, അല്ല ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് വാലും തുമ്പും കേട്ടിട്ട് വന്നിട്ട് ഒരു ഇതുപോലെയുള്ള ഒരു നോമിനേഷൻ പോലുള്ള അല്ലെങ്കിൽ പിന്നെ ജയിൽ നോമിനേഷനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു വാലും തുമ്പും വ്യക്തമായി അറിയാതെ ഒന്നും അഭിപ്രായം പറയരുത്. കാരണം ഇന്ന് ലക്ഷ്മിപ്രിയയുടെ കേസ് ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്ന് ബ്ലസ്ലി പറഞ്ഞതാണ്. എന്താണ്, നമ്മൾ ബാക്കി 7 പേരും നോർമലും ഒരാൾ അബ്നോർമലാണെന്ന് ബ്ലസ്ലി അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇവൻ പിന്നെ ഇങ്ങനെ പറയണമെങ്കിൽ. പക്ഷേ അതിനുശേഷം ആ സീന് കാണിച്ചു. ലക്ഷ്മിപ്രിയ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല. ലക്ഷ്മിപ്രിയ പറഞ്ഞ അങ്ങനെയല്ല. നമ്മൾ ആ 7 പേര് നോർമലായിട്ട് സംസാരിക്കുന്നു. അവൻ സംസാരിക്കുന്നു കുറച്ച് നാടകീയത, ഡ്രമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവൻ അബ്നോർമൽ എന്നല്ല പറഞ്ഞത്. അപ്പൊ അവിടെ വാക്കുകൾ വളച്ചൊടി സത്യം പറഞ്ഞ ബ്ലസ്ലിയാണ്. വലിയ തെറ്റാണ് ചെയ്തത്. കാരണം അത് സമൂഹത്തിന് മുമ്പിൽ വേറൊരു രീതിയിലാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അത് വേറൊരു രീതിയിലോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ബ്ലസ്ലിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് വാലും തുമ്പം കേൾക്കാതെ വന്ന് സംസാരിക്കില്ല. ഈ ഇടയ്ക്കിടയ്ക്കൊരു മഹാൻ കളിയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞോട്ട് പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് അപ്പോഴും ആ സമയത്തൊന്നും തോന്നിയില്ല. അതൊരു നോർമലായിട്ടുള്ള ലക്ഷ്മിപ്രിയ എന്നൊരു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് അവനെയും കാണുന്നത്. ഞാൻ റിയാസിനെ നിങ്ങളെപ്പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലക്ഷ്മിപ്രിയ കുറ്റം പറയില്ല. അവൾ ന്യായീകരണമുണ്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് നീ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയും പോലെ തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ ലക്ഷ്മിപ്രിയ വേറൊരു കേസും എനിക്ക് എനിക്ക് ലക്ഷ്മിപ്രിയ ഇഷ്ടമില്ല. എങ്കിലും ന്യായം പറയാനടുത്ത് പറയണമല്ലോ. ലക്ഷ്മിപ്രിയ വേറൊരു കേസും നിങ്ങളാരും പറഞ്ഞത് കൊണ്ടല്ല അവൻ അവിടെ നിർത്തിയത്. അവൻ എന്നെ ആക്ഷേപിക്കൽ നിർത്തിയത് നിങ്ങൾ ആരും പറഞ്ഞത് കൊണ്ടല്ല. അവൻ അടിച്ച നാണയത്തിന്റെ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് അവൻ ആ പറച്ചിൽ നിർത്തിയതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം ലക്ഷ്മിപ്രിയ അവന്റെ മാനറിസം കാണിച്ച് വീണ്ടും അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഇരട്ടിയായിട്ട് ലക്ഷ്മിപ്രിയ കാണിക്കുമെന്നും അത് എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും വിഷമം വരുമെന്ന് അവൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവൻ നിർത്തിയത്. അല്ലാതെ ഇവര് പറഞ്ഞിട്ട് ഇവരെ പേടിച്ചിട്ടൊന്നും അല്ല. അവന്റെ വാ അടയണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ പോലെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും ലക്ഷ്മിപ്രിയ ചില സമയത്ത് ഓവറായി. അച്ഛനെ അമ്മയും വിളിച്ചിടാതെ ചെയ്യാമായിരുന്നു. അതാണ് എൻ്റെ പോയിന്റ്. അച്ഛനും അമ്മ അതിനകത്ത് വലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുമല്ല എനിക്ക് കുറവുണ്ടോ, എനിക്ക് ഇങ്ങനെ കുറവുണ്ടോടാ, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ച് അതിര് കടന്നു പോയി എന്നുള്ളത് എനിക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. ഇനി ഫിനാലെ നാളെ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. നാളെ ഇനി ആര് പോകുന്നു എന്നുള്ളത് മാത്രമേ, അത് ആര് പോയാലും ഒരു തേങ്ങയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ അല്ലേ. അതിപ്പോൾ വിനയ ആയിക്കോട്ടെ, നമ്മുടെ തള്ളി വിനയ ആയാലും പിന്നെ റോൺസൺ ആയാലും പിന്നെ ധന്യ ആയാലും എല്ലാം കണക്കാണ്. എങ്കിലും ഒരു പരിധി വരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ധന്യ നിൽക്കണം എന്നുള്ളത്. ധന്യ ഒരാഴ്ചയും കൂടി നിൽക്കണം. അതിനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഗെയിം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. വിനയ് പോട്ടെ, വിനയോ റോൺസണോ പോട്ടെ. റോൺസൺ കുറേ കാലം നമ്മൾ സഹിച്ചു കൊണ്ടുവന്നില്ല. റോൺസൺ ഒന്നും ഒരു തേങ്ങ ഓട്ടമില്ല. നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. ഈ റിയാസിന് വളരെ തുച്ഛമായ ഒരു ഓട്ടേ ഉള്ളൂ. അവൻ ഇനി ടോപ്പ് 5 വരും. കാരണം അടുത്ത വട്ടം ഇതിലും, അതായത് അടുത്ത നോമിനേഷൻ നമുക്ക് റിയാസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പ്രാവശ്യം റിയാസ് പോകാനൊരു ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യം ഡബിൾ എവിക്ഷൻ ആണോ എങ്കിൽ റിയാസ് അടുത്ത പ്രാവശ്യം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യം സിംഗിൾ എവിക്ഷൻ ആണ് എങ്കിൽ സംശയമാണ് റിയാസ് ടോപ്പ് 5 വരും. ടോപ്പ് 5 ആദ്യം പോകുന്ന റിയാസ് തന്നെയായിരിക്കും. അത്രയ്ക്കുള്ള വലിയ വോട്ട് ഷെയർ ഒന്നുമല്ല. ചുരുളി റാണിയുടെ കുറെ അതേ സ്വഭാവമുള്ള കുറെ പിന്നീട് ഫാൻസുകളുണ്ട്. അവരുടെ വോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.